വെൽക്കം ടു ആദിസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്ന് HSA സോഷ്യൽ സയൻസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സിൽ പാർട്ട് ബിയിൽ മൊഡ്യൂൾ 1-ലെ വേൾഡ് ഹിസ്റ്ററിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. വേൾഡ് ഹിസ്റ്ററിയിൽ ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി. ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് മാത്രമാണ് പഠിക്കുന്നത്. ഒരു റിവിഷൻ എന്ന രീതിയിൽ ഉള്ളൊരു പഠനമാണ്. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ചരിത്രത്തിൻ്റെ പിതാവ്. ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസ് ഹിസ്റ്ററിയെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: മനുഷ്യൻ അവൻ ചെയ്ത അന്വേഷണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അവൻ്റെ നേട്ടങ്ങളുടെയും ഒരു രേഖ എന്നാണ് ഹെറോഡോട്ടസ് ഹിസ്റ്ററിയെ നിർവചിച്ചിരിക്കുന്നത്. മനുഷ്യൻ അവൻ ചെയ്ത അന്വേഷണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അവൻ്റെ നേട്ടങ്ങളുടെയും ഒരു രേഖ, ഇതാണ് ഹിസ്റ്ററി. നെക്സ്റ്റ്, ഡയനീഷ്യസിൻ്റെ അഭിപ്രായത്തിൽ ഹിസ്റ്ററി എന്നത് ഉദാഹരണങ്ങളിലൂടെ പഠനവിധേയമാക്കേണ്ട ഒരു പ്രധാന ദർശനമാണ് ചരിത്രം. ഉദാഹരണങ്ങളിലൂടെ പഠനവിധേയമാകേണ്ട ഒരു പ്രധാന ദർശനമാണ് ചരിത്രം എന്ന് നിർവചിച്ചിരിക്കുന്നത് ഡയനീഷ്യസ് ആണ്. ഉദാഹരണങ്ങളിലൂടെ പഠനവിധേയമാകേണ്ട ഒരു പ്രധാന ദർശനമാണ് ചരിത്രം. നെക്സ്റ്റ്, അരിസ്റ്റോട്ടിൽ. ഹിസ്റ്ററി ഈസ് ദി അക്കൗണ്ട് ഓഫ് അൺചേഞ്ചിങ് പാസ്റ്റ്. ഒരു വിധത്തിലും മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത കഴിഞ്ഞുപോയ കാലത്തെ പറ്റിയുള്ള അനുഭവങ്ങളാണ് ഹിസ്റ്ററി എന്ന് അരിസ്റ്റോട്ടിൽ നിർവചിച്ചിരിക്കുന്നു. ഹിസ്റ്ററി ഈസ് ദി അക്കൗണ്ട് ഓഫ് അൺചേഞ്ചിങ് പാസ്റ്റ്. അപ്പം ഒരു വിധത്തിലും മാറ്റത്തിന് വിധേയമാകാത്ത കഴിഞ്ഞുപോയ കാലത്തെ പറ്റിയുള്ള അനുഭവങ്ങളാണ് ഹിസ്റ്ററി. മനുഷ്യനെ ബുദ്ധിമാനായി മാറ്റുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു ചരിത്രമെന്ന് ഫ്രാൻസിസ് ബേക്കൺ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അപ്പം ഫ്രാൻസിസ് ബേക്കൻ്റെ അഭിപ്രായത്തിൽ ഹിസ്റ്ററി എന്നത് മനുഷ്യനെ ബുദ്ധിമാനായി മാറ്റുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു ചരിത്രം. അടുത്തത്, ഓർമ്മിക്കപ്പെടേണ്ട വസ്തുക്കളുടെ സമാഹാരമാണ് ചരിത്രം. തൂസിഡൈസ്. ഓർമ്മിക്കപ്പെടേണ്ട വസ്തുക്കളുടെ സമാഹാരമാണ് ചരിത്രമെന്ന് തൂസിഡൈസ് നിർവചിച്ചിരിക്കുന്നു. സത്യത്തെ തേടിയുള്ള അനന്തമായ യാത്രയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ചരിത്രം എന്ന് പറഞ്ഞത് റൂസോ ആണ്. സത്യത്തെ തേടിയുള്ള അനന്തമായ യാത്രയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ചരിത്രം. റൂസോ. യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. വിൽ ഡ്യൂറൻറ്റ്. യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞത് വിൽ ഡ്യൂറൻറ്റ്. ചരിത്രം എന്ന് പറയുന്നത് മഹത് വ്യക്തികളുടെ ആത്മകഥയുടെ ഓർമ്മക്കുറിപ്പുകളാണ്, അല്ലെങ്കിൽ ലോകചരിത്ര മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ് എന്ന് പറഞ്ഞത് തോമസ് കാർലെ. ചരിത്രം എന്ന് പറയുന്നത് മഹത് വ്യക്തികളുടെ ആത്മകഥയുടെ ഓർമ്മക്കുറിപ്പുകളാണ്, അല്ലെങ്കിൽ ലോകചരിത്ര മഹാത്മാക്കളുടെ ജീവചരിത്രമാണ് എന്ന് പറഞ്ഞത് തോമസ് കാർലെ. ചരിത്രം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രം തന്നെയാണെന്ന് പറഞ്ഞത് മാർക്ക് ലിയോപോൾഡ് ബെഞ്ചമിനാണ്. അപ്പോൾ മാർക്ക് ലിയോപോൾഡ് ബെഞ്ചമിനാണ് ചരിത്രം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രം തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. ചരിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങളാണ്. ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഭാവിയിലെ ചരിത്രങ്ങളാണ് എന്നഭിപ്രായപ്പെട്ടത് ജോൺ റോബർട്ട് സീലിയാണ്. ജോൺ റോബർട്ട് സീലി പറയുന്നത് ചരിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങളാണ്. ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഭാവിയിലെ ചരിത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ജോൺ റോബർട്ട് സീലി. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വർഗ സമരങ്ങളെ പറ്റിയുള്ള പഠനമാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞത് കാൾ മാർക്സ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വർഗ സമരങ്ങളെ പറ്റിയുള്ള പഠനമാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞത് കാൾ മാർക്സ്. എല്ലാ ചരിത്രങ്ങളും ചിന്തകളെ പറ്റിയുള്ള ചരിത്രമാണ് എന്ന് പറഞ്ഞത് R.G. കോളിംഗ്വുഡാണ്. എല്ലാ ചരിത്രങ്ങളും ചിന്തകളെ പറ്റിയുള്ള ചരിത്രമാണ് കോളിംഗ്വുഡ്. ചരിത്രകാരനും അവൻ്റെ വസ്തുതകളും തമ്മിലുള്ള
ഒരു തുടർച്ചയായ ഇടപെടൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് വർത്തമാനവും ഭൂതവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവസാനിക്കാത്ത സംഭാഷണമാണ് E.H. കാർ. അപ്പോൾ ഹിസ്റ്ററിയെ എന്താണ്, വർത്തമാനവും ഭൂതവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവസാനിക്കാത്ത സംഭാഷണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് E.H. കാറാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് വാട്ട് ഈസ് ഹിസ്റ്ററി എന്നത്. ഉൽപാദന വിനിമയ ഉപാധികൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും അവൻ്റെ വിജയകരമായ പ്രവർത്തനങ്ങളുടെ കാലാനുഗതമായ ഒരു നേർചിത്രം എന്ന തരത്തിലാണ് നോക്കിക്കാണുന്നത് എന്നഭിപ്രായപ്പെട്ടത് D.D. കൊസാംബിയാണ്. അപ്പോൾ D.D. കൊസാംബി പറഞ്ഞത് ഉൽപാദന വിനിമയ ഉപാധികൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും അവൻ്റെ വിജയകരമായ പ്രവർത്തനങ്ങളുടെ കാലാനുഗതമായ ഒരു നേർചിത്രം എന്ന തരത്തിൽ നോക്കിക്കാണുന്നത് എന്നഭിപ്രായപ്പെട്ടത് D.D. കൊസാംബി. ആ ഇൻട്രൊഡക്ഷൻ ടു ദി സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളത് D.D. കൊസാംബിയുടെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ്. ആൻ ഇൻട്രൊഡക്ഷൻ ടു ദി സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. എല്ലാ ചരിത്രങ്ങളും സമകാലിക ചരിത്രമാണ് എന്നഭിപ്രായപ്പെട്ടത് ബെനഡിക്റ്റോ ക്രോസ്. ബെനഡിക്റ്റോ ക്രോസിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ചരിത്രങ്ങളും സമകാലിക ചരിത്രമാണ്. ചരിത്രം കേവലം ഒരു ശാസ്ത്രം മാത്രമാണ്, കൂടുതലുമല്ല കുറവുമല്ല എന്നഭിപ്രായപ്പെട്ടത് J.B. ബെറി. ചരിത്രം കേവലം ഒരു ശാസ്ത്രം മാത്രമാണ്, കൂടുതലുമല്ല കുറവുമല്ല J.B. ബെറി. ഒരു യുഗം മറ്റൊന്നിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ രേഖയാണ് ചരിത്രം. ബ്രക്കാർട്ടിൻ്റെ അഭിപ്രായത്തിൽ ഒരു യുഗം മറ്റൊന്നിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ രേഖയാണ് ചരിത്രം. ബ്രക്കാർട്ട്. ചരിത്രം അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം എന്നഭിപ്രായപ്പെട്ടത് ഹെൻറി ജോൺസൺ. ചരിത്രം അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം അതാണ് ചരിത്രം. ഇതാണ് ഹെൻറി ജോൺസൺ അഭിപ്രായപ്പെട്ടത്. ചരിത്രം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ നാടകമാണ് എന്നഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. ചരിത്രം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ നാടകമാണ് ജവഹർലാൽ നെഹ്റു. ചരിത്രത്തിൻ്റെ മൂല്യവും താൽപ്പര്യവും ഭൂതകാലത്താൽ വർത്തമാനകാലത്തെ പ്രകാശിപ്പിക്കുന്ന അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. സ്മിത്ത് വി എസ് പറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിൻ്റെ മൂല്യവും താൽപ്പര്യവും ഭൂതകാലത്താൽ വർത്തമാനകാലത്തെ പ്രകാശിപ്പിക്കുന്ന അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. സംഭവങ്ങളുടെ ഗതിയുടെയോ ആശയങ്ങളുടെ പുരോഗതിയുടെയോ ബന്ധിപ്പിച്ച വിവരമാണ് ചരിത്രം. റാബ്സൺ. സംഭവങ്ങളുടെ ഗതിയുടെയോ ആശയങ്ങളുടെ പുരോഗതിയുടെയോ സംബന്ധിച്ച വിവരണമാണ് ചരിത്രം. റാബ്സൺ. പ്രകൃതിക്കും ഘടകങ്ങൾക്കുമെതിരെ യുഗങ്ങളിലൂടെയുള്ള മനുഷ്യൻ്റെ പോരാട്ടത്തിൻ്റെ കഥയാണ് ചരിത്രം. വന്യമൃഗങ്ങൾക്കും കാടുകൾക്കും അവനെ താഴ്ത്താനും സ്വന്തം നേട്ടത്തിനായി അവനെ ചൂഷണം ചെയ്യാനും ശ്രമിച്ച സ്വന്തം ഇനത്തിൽപ്പെട്ട ചിലർക്കെതിരെ എന്നഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. പ്രകൃതിക്കും ഘടകങ്ങൾക്കുമെതിരെ യുഗങ്ങളിലൂടെയുള്ള മനുഷ്യൻ്റെ പോരാട്ടത്തിൻ്റെ കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞത് വിൽ ഡ്യൂറൻ്റാണ്. അപ്പോൾ ഇത്രയുമാണ് ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി എന്നൊരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.